രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം നൽകിയതിന് എതിരായ സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം വാദം കേൾക്കും, അല്ലെങ്കിൽ കേസ് പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സാലി, സെഷൻസ് കോടതി അനുവദിച്ച ആ മുൻകൂർ ജാമ്യത്തിൽ ക്രിസ്മസ് അവധിക്ക് ശേഷം വാദം കേൾക്കാം എന്നാണോ കോടതിയുടെ തീരുമാനം, ഹൈക്കോടതിയുടെ തീരുമാനം? മനു, തീർച്ചയായും. അതായത് രണ്ട് കേസ് ഇന്ന് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. അത് ഒന്നാമത്തെ കേസ് അല്പസമയത്തിനകം പരിഗണിക്കും. അത് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപ്പീലാണ്. അത് 342ാമത്തെ ഐറ്റമായി ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി വന്ന ഒരു കേസെന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈംഗികാരോപണ കേസിൽ, അതായത് ബംഗളൂരു സ്വദേശിനിയായ 23-കാരി നൽകിയ പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പോലീസ് എടുത്ത കേസിൽ തിരുവനന്തപുരം കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചിരുന്നു. അതിനെതിരെ സർക്കാർ ആ ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് സർക്കാർ ഒരു അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീൽ ഇന്ന് കോടതിയിലെത്തി. അത് മറ്റൊരു ബെഞ്ചായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ന് ആ ബെഞ്ച് അവധിയായതുകൊണ്ട് ജസ്റ്റിസ് വിജു എബ്രാഹിമിൻ്റെ ബെഞ്ചിലേക്കാണ് കേസ് വന്നത്. അപ്പോൾ കേസ് വന്നപ്പോൾ സർക്കാർ പറഞ്ഞു ഈ കേസിൽ ഉടൻ തന്നെ വാദം കേൾക്കണം, കാരണം ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് വാദം കേട്ട് കൃത്യമായ നടപടിയിലേക്ക് കടക്കണമെന്ന് പറഞ്ഞു. പക്ഷേ രാഹുലിൻ്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ഇത് മാറ്റിവെക്കണം, തങ്ങൾക്ക് കൃത്യമായി വാദം പറയാനുണ്ട്, അതുകൊണ്ട് കുറേ കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്, കുറേ തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ട്, അതൊക്കെ അവതരിപ്പിക്കുന്നതിനായി കുറച്ച് സമയം അനുവദിക്കണം എന്ന് പറഞ്ഞു. രണ്ടും കേട്ടതിന് ശേഷം മാത്രമല്ല ബെഞ്ച് മാറിയാണ് ഇന്ന് കേസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ച ശേഷം കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് അവധിക്ക് ശേഷം കേസ് എടുക്കാം എന്നുള്ളതാണ്. ക്രിസ്മസ് അവധിക്ക് അടുത്ത ആഴ്ച ഒരു 15 ദിവസം കഴിയുമ്പോൾ കോടതി അടയ്ക്കും, 10 ദിവസം കഴിയുമ്പോൾ കോടതി അടയ്ക്കും, പിന്നെ 8 ദിവസം കഴിഞ്ഞ് തുറക്കൂ. അതിന് ശേഷമായിരിക്കും. അപ്പോൾ ജനുവരി ആദ്യ വാരമേ യഥാർത്ഥത്തിൽ സർക്കാർ അപ്പീൽ ഇനി ഹൈക്കോടതിയിൽ വരൂ എന്നുള്ളതാണ്. ആദ്യത്തെ കേസിൽ, അതായത് കെ ബാബു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചതിനെതിരെ തീർച്ചയായിട്ടും 15-ാം തീയതി വരെയാണ് അറസ്റ്റ് വിലക്കിയിരുന്നത്. അപ്പോൾ നോട്ട് അറസ്റ്റ് നിലനിൽക്കുകയാണ് ഇന്ന് വരെ. ഇന്ന് കോടതി നോട്ട് അറസ്റ്റ് നീട്ടിയില്ലെങ്കിൽ പോലീസിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാം. ഇനി ഇത് കേട്ട് തീരുമാനം ഇന്ന് പറയാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇന്ന് ഓർഡറിന് ജഡ്ജ്മെൻറ്റിന് ഒന്നുമല്ല പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഹിയറിങ്ങിനാണ്. അപ്പോൾ ഇന്ന് ഓർഡർ പറയാൻ സാധ്യതയില്ല. അപ്പോൾ ഹിയറിങ് നടന്നാൽ രണ്ട് സാധ്യതയുള്ളത്: നോട്ട് അറസ്റ്റ് നീട്ടാം ഇനി അടുത്ത പോസ്റ്റിംഗ് ഡേറ്റ് വരെ, അല്ലെങ്കിൽ നോട്ട് അറസ്റ്റ് നീക്കാം. നോട്ട് അറസ്റ്റ് നീക്കിയാൽ അറസ്റ്റിന് വിലക്കില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുക. ഇനി നോട്ട് അറസ്റ്റ് നീട്ടിയാൽ ആ നീട്ടുന്നത് വരെ നോട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും അടുത്ത ദിവസം പോസ്റ്റ് ചെയ്ത് കേസ് വീണ്ടും കേൾക്കും. അതിനാണ് കൂടുതൽ സാധ്യത. കാരണം ഒരു നോട്ട് അറസ്റ്റ് നിലനിൽക്കുന്ന കേസിൽ പ്രത്യേക സാഹചര്യങ്ങളില്ലെങ്കിൽ ആ അറസ്റ്റിനുള്ള വിലക്ക് നീക്കാൻ സാധ്യതയില്ല, നീട്ടാനാണ് സാധ്യത. അതുകൊണ്ട് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം കോടതി നടപടികളിൽ വലിയ ആശങ്കയ്ക്ക് വകയില്ല എന്ന് തോന്നുന്നു. പക്ഷേ കോടതിയാണ് അഡീഷണൽ തെളിവുകൾ എന്തെങ്കിലും പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം നോട്ട് അറസ്റ്റ് നീട്ടാൻ തന്നെയാണ് സാധ്യത എന്ന് കരുതുന്നു. ശരി സാലി, ഓക്കെ. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് രണ്ട് കേസുകൾ. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻകൂർ ജാമ്യം അനുവദിക്കാതെ ഇരുന്നതിനെതിരെ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി അതിന്ന് പരിഗണിക്കാൻ പോവുകയാണ്. ആ കേസിൽ 15-ാം തീയതി, അതായത് ഇന്ന് വരെ അറസ്റ്റിനുള്ള വിലക്ക് നിൽക്കുകയാണ്. അത് വാദത്തിനാണ് ഇന്ന് വച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സാധാരണഗതിയിൽ ആ നോട്ട് ടു അറസ്റ്റ്, അതായത് അറസ്റ്റ് ചെയ്യുന്നതിനുള്ള വിലക്ക് തുടരാനാണ് സാധ്യത. അത് സാധാരണഗതിയിൽ. ഇനി പ്രോസിക്യൂഷൻ ഇപ്പോൾ സാലി പറഞ്ഞതുപോലെ അഡീഷണൽ ആയിട്ട് കൂടുതൽ ശക്തമായ തെളിവുകളോ മറ്റോ ഹാജരാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല എന്താണ് കോടതിയുടെ തീരുമാനം വരിക എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അപ്രതീക്ഷിതമായി കയറി വന്നൊരു കാര്യമെന്ന് പറയുന്നത്, ഈ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നല്ലോ, അതിനെതിരായ സർക്കാരിന്റെ ഹർജിയുണ്ട്. അതിൽ വാദം കേൾക്കുന്നത് ക്രിസ്മസ് അവധിക്ക് ശേഷം മതി എന്ന് കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് അടുത്ത വർഷം ജനുവരിയിൽ മാത്രമാണ് അതിൽ വാദമുണ്ടാവുകയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അല്പസമയത്തിനകം ഒന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകാത്തതിനെതിരായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹർജി കോടതിയുടെ പരിഗണനയിലേക്ക് വരും.